ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കലയനാട് ചരുവിള വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവശേഷം കൊലപാതക വിവരം പ്രതിയായ ഐസക് ഫേസ്ബുക്കിൽ വിവരിക്കുകയാണ്. ഞാൻ എന്റെ ഭാര്യയെ കൊന്നളഞ്ഞു. അതിന്റെ കാരണം ഞാൻ വീട്ടിൽ നിന്ന് സ്വർണ്ണമെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മൊത്തം ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ അതിലൊന്നും ഒരു വിഷമവുമില്ല. ആഡംബര ജീവിതം നയിക്കണം. ഉണ്ടാക്കി മുതലെല്ലാം നശിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ അമ്മയുടെ കൂടെ പോയി താമസിക്കുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് വിഷമമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ വരികയും അവിടെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്നും ഒരു 5 പൈസയുടെ മുതൽ അവർക്കില്ല. എൻ്റെ കയ്യിൽ കിടന്ന എൻ്റെ പേരെഴുതിയ ഞാൻ ഇട്ട് കൊടുത്ത മോതിരം ഞാൻ അറിയാതെ പണയം വെക്കുകയും പണയം വെച്ചോ വിറ്റോ എന്നറിയില്ല. എന്നിട്ട് വളരെ ധിക്കാരപരമായിട്ട് അടുത്ത വണ്ടി മേടിക്കുകയും എവിടുന്നോ ജോലി ഒപ്പിച്ച് അതുപോലെ വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എൻ്റെ കയ്യിൽ. എന്നാലുള്ള അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. മദ്യപാനിയല്ല, റോയിലില്ല, ഇതൊരു കാര്യങ്ങളില്ല. എങ്കിലും നമ്മൾ വളരെയധികം അവരുടെ അമ്മയും അവൾ പോയി പാർട്ടിക്കകത്ത് പോയി കയറി. പാർട്ടിയിൽ പോകുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് പാർട്ടിയിൽ പോവുകയും പാർട്ടിയുള്ളവന്മാർ അതിന് പിന്തുണ നൽകുകയും എന്ത് വന്നാലും ഞങ്ങളുണ്ടെന്ന് പറയുകയും 2024 ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണം 86,000 രൂപയ്ക്ക് പണയം വെക്കുകയും ആ പൈസ എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ 20,000 രൂപയ്ക്ക് വീണ്ടും കൊണ്ട് പണയം വെക്കുകയും നമ്മൾ വിശ്വസ്തയോടുകൂടെ നിർത്തി വിശ്വാസത്തോടുകൂടി നടത്തുന്ന വിശ്വാസവഞ്ചന കാണിക്കുന്ന ഇവളുമാരെ പോലുള്ള വ്യക്തികളിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. നിസ്സാര പ്രശ്നങ്ങൾ കാരണം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഐസക് ഫേസ്ബുക്ക് ലൈവ് ഇട്ട് പോലീസിന് കീഴടങ്ങിയിരുന്നു. എന്നാൽ ഈ ഒരു ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞതൊന്നുമല്ല വാസ്തവമെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. DMK വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറിയും അൺഎയ്ഡഡ് സ്കൂളിലെ അനധ്യാപികയുമായിട്ടുള്ള കലയനാട് കൂത്തനാടി ചരുവിള പുത്തൻ വീട്ടിലെ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകം ന്യായീകരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഭർത്താവ് മണിക്കൂറുകൾക്ക് ശേഷം പുനലൂർ പോലീസിന് കീഴടങ്ങുകയായിരുന്നു. ഭർത്താവ് ഐസക് ആണ് കീഴടങ്ങിയത്. ശാലിനി നേരത്തെ CPM പ്രവർത്തകയായിരുന്നു. ഐസക് സ്വകാര്യ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയുമാണ്. വീട്ടിൽ നിരന്തരം വഴക്കായതുകൊണ്ട് തന്നെ ശാലിനി സമീപത്തെ വീട്ടിലെ അമ്മയോടൊപ്പമാണ് ഉറങ്ങാൻ പോയിരുന്നത്. രാവിലെ ഭർത്താവ് ടാപ്പിങ്ങിന് പോയെന്ന് കരുതി വീട്ടിലെത്തിയപ്പോൾ കത്തി ഉപയോഗിച്ച് നെഞ്ചിലും മുതുകിലും കുത്തുകയായിരുന്നു എന്ന് പോലീസ് പറയുകയാണ്. തുടർന്ന് ഒളിവിൽ പോയ പ്രതി 3 മണിക്കൂറിന് ശേഷം പോലീസിന് കീഴടങ്ങി. നിരന്തരമുള്ള വഴക്കിനെ തുടർന്ന് ശാലിനി പലതവണ പുനലൂർ പോലീസിന് പരാതി നൽകിയിരുന്നു. പോലീസ് ഇരുവരെയും വിളിച്ച് ഒത്തുതീർപ്പാക്കിയും വിട്ടിരുന്നു. എന്നിട്ടും ഭർത്താവിന്റെ ഉപദ്രവത്തെ തുടർന്ന് ശാലിനിയും ഇളയ മകൻ എബിനും തൊട്ടടുത്തുള്ള മാതാവായ ലീലയുടെ വീട്ടിലാണ് ഉറങ്ങുന്നത്. ശാലിനിക്ക് കുത്തേറ്റ സമയം ഇവരുടെ മൂത്ത മകൻ ഷെബിനും വീട്ടിലുണ്ടായിരുന്നു. ഇരുവരുടെ മലർച്ച കേട്ട് പരിസരത്തുള്ളവരും എത്തിയപ്പോൾ രക്തം വാർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നു ശാലിനി. ഉടൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്താൻ സാധിച്ചില്ല. ഐസക് മാത്യു നേരത്തെ വിദേശത്തായിരുന്നു. തന്റെ അനുമതി ഇല്ലാതെയാണ് ശാലിനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നതെന്നും തന്നെ അനുസരിക്കാതെ ആഡംബര ജീവിതം നയിച്ചുവെന്നും സ്വർണ്ണ ഇടപാടുകൾ നടത്തിയെന്നും മറ്റും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഐസക് മാത്യു പറഞ്ഞത്. ഐസക്കും ശാലിനിയും തമ്മിലെ കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഐസക്കിന്റെ സ്വഭാവവും പെരുമാറ്റവും ചെയ്തികളും സഹിക്കാനാവാതെയാണ് ശാലിനി ജോലിക്ക് പോകാനും തുടങ്ങിയത്.